കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു വർഷേനെ ആക്രമിക്കാനായിട്ട് രോഷം വരുന്നുണ്ട്. ചെറിയ ആക്രമണമൊന്നും അല്ല, വർഷയുടെ മുഖത്ത് ആശ്രം ഒഴിക്കാനായിട്ടാണ് വരുന്നത്. കൃത്യസമയത്ത് തന്നെ രേവതി വർഷേനെ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വർഷേനെ രക്ഷിച്ച് വർഷ താമസിക്കുന്ന വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ്. അപ്പൊ ശ്രീകാന്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ശ്രീകാന്ത് ജോലിക്ക് പോയേക്കുമായിരുന്നു. അങ്ങനെ പോരുന്ന വഴിക്ക് തന്നെ ശ്രീകാന്തിനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാനും പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വന്നാലും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു വർഷയുടെ മുഖത്തുണ്ടായിരുന്നത്. കാരണം അതിൽ നിന്ന് വർഷ അപ്പോഴും മുക്തിയായിരുന്നില്ല. പെട്ടെന്ന് രേവതി പറഞ്ഞു, അതെ വർഷ ഇവിടെ ഇരിക്കുക, ഞാനൊരു ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറയണം. പിന്നീട് വർഷയോട് ചോദിച്ചു, അല്ല ചായപ്പൊടിയൊക്കെ എവിടെ ഇരിക്കണേന്ന് അറിയാമെന്ന് ചോദിക്കുകയാണ്. പക്ഷെ വർഷ പറഞ്ഞു, അറിയില്ല, ശ്രീകാന്തിനെ അറിയത്തുള്ളൂ എന്ന് പറയണം. ശരി, കുഴപ്പമില്ല, ഞാൻ പോയി കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞുകൊണ്ട് ചായപ്പൊടിയൊക്കെ കണ്ടുപിടിച്ചു. പിന്നീട് ചോദിച്ചു, അല്ല പഞ്ചസാരയോ? അതും അറിയത്തില്ലായിരിക്കും അല്ലേ? കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതും പോയി കണ്ടുപിടിച്ചൊക്കെ ചായ വെക്കുവാണ്. ഒരു കാര്യം രവതിക്ക് മനസ്സിലായി. കാരണം ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ശ്രീകാന്താന്ന്. ചായ വരെ വർഷയ്ക്ക് ഇട്ട് കൊടുക്കുന്ന ശ്രീകാന്താന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് ചായയൊക്കെ ആയിട്ട് വന്നിട്ട് വർഷയുടെ മുഖം അങ്ങോട്ട് മാറിയിരുന്നില്ല. പെട്ടെന്ന് പറഞ്ഞു, എന്തിനാ വിഷമിക്കണേ? കഴിഞ്ഞില്ലേ, ഇപ്പൊ രക്ഷപ്പെട്ടല്ല, പിന്നെന്താ കുഴപ്പം? എനിക്കറിയത്തില്ല ചേച്ചി, എന്റെ കണ്ണിന് മുന്നിൽ അവനിങ്ങനെ ആസിഡുമായിട്ട് നിൽക്കുന്ന രംഗങ്ങളാ വരുന്നതെന്ന് പറയാം. ഇനി എന്തിനാ വിഷമിക്കണേ? ഇനി അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ശ്രീകാന്തിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവൻ ഇപ്പോഴേക്കും ഇങ്ങോട്ട് ഓടി വരുമെന്ന് പറയാണ്. ഈ ചായ കുടിക്കാൻ പറഞ്ഞിട്ട് ആ ചായ കുടിക്കുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഒരു കൂട്ടുകുടുംബമായിട്ട് താമസിക്കാൻ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവോ? ഇതിപ്പോ തന്നെ ആയതുകൊണ്ടല്ലേ. കൂട്ടുകുടുംബമാണെങ്കിൽ നമ്മളെ പൊതിഞ്ഞ് ഇത്തിരി ആൾക്കാർ കാണും. നമ്മളെ ആക്രമിക്കാനായിട്ട് ഇങ്ങനെ ഒരാൾ വരാനൊന്നും മുതിരത്തില്ല. കാരണം അവർക്കൊരു പേടി കാണുമായിരിക്കും. ഇതിപ്പോ തന്നെ ഉള്ളൂ, എന്തോ ആകാന്നൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോവാണെങ്കിൽ എല്ലാം നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിപ്പോ അങ്ങനെ അല്ലല്ലോ എന്ന് പറയണം. നിങ്ങൾ രണ്ടും തന്നെ ആയതുകൊണ്ടാ. ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ താങ്ങാനായിട്ട് ഒരാളല്ലേ ഉള്ളൂ, മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. ഇതിപ്പം വീട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട, കുഴപ്പമില്ല, വർഷയുടെ വീട്ടിലേക്കാണെങ്കിലും ചെല്ല്, അവിടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ എന്ന് പറയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളിങ്ങനെ എല്ലാവരും എതിർത്ത് വിവാഹം കഴിച്ചല്ലേ, അപ്പൊ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് എന്താണല്ലോ അച്ഛനിപ്പം എതിർപ്പാണ്. പിന്നെ വർഷയുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വന്ന് കൂട്ടിക്കൊണ്ട് പോയില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടതും വർഷ ഇല്ല, അവർക്ക് നല്ല ദേഷ്യമാണ് ഞങ്ങളോടെന്ന് പറയണം. അതൊന്നും കാര്യമായി എടുക്കണ്ട, അച്ഛനും അമ്മയല്ലേ, ഇങ്ങനൊരു പണി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ആദ്യമൊക്കെ ദേഷ്യം കാണുമായിരിക്കും. കാരണം അവരുടെ അനുമതി ഇല്ലാതെയല്ലേ വിവാഹം കഴിച്ചിരിക്കുന്നത്. അതൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല, പതിയെ പതിയെ ആ ദേഷ്യമൊക്കെ അലിഞ്ഞില്ലാതായിക്കോളും, അതോർത്ത് പേടിക്കണ്ടെന്ന് പറയണം. അല്ലെ ഒരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിൽ സംസാരിക്കാം, വീട്ടിൽ സംസാരിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പറയണം. ഇത് കേട്ടതും പറഞ്ഞു, അല്ല അവിടെ സച്ചേട്ടനുണ്ടല്ലോ. ആ സച്ചേട്ടനുണ്ട്, പിന്നെ സുധിയുണ്ട്, അങ്ങനെ ബാക്കി എല്ലാവരും ഉണ്ട്, അതിനെന്താ കുഴപ്പം? അല്ല ഞാൻ വരുന്നേ സച്ചേട്ടന് ഇഷ്ടമില്ലോ എന്ന് ചോദിക്കാം. അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, സച്ചേട്ടനെ ഒക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം. ദേ ഒരു കാര്യം ചെയ്യാം, ശ്രീകാന്തിനോട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ നോക്ക്. ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ ഒരു പോംവഴി കാണുന്നുള്ളൂ. നിങ്ങൾക്ക് താട്ടെ, ഞാൻ കൊണ്ട് ചായ ഗ്ലാസ് കഴുകി വെക്കാന്ന് പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നേ. ശ്രീകാന്ത് ഓടിക്കേറി വരുവാണ്. വന്നു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് വർഷ. പെട്ടെന്ന് വർഷയോട് വന്നിട്ട്, എന്താ എന്ത് പറ്റി? നിനക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ? വല്ലാത്ത ടെൻഷനായിരുന്നു, കൈക്കും കാലിനൊന്നും പറ്റിയല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടതും വർഷ ഓടിച്ചെന്ന് ശ്രീകാന്തിനെ കൂടെ കെട്ടിപ്പിടിക്കുകയാണെന്നും. ഒറ്റ നിമിഷം കൊണ്ട് വർഷയ്ക്ക് അത്ര സമയം ഉണ്ടായിരുന്ന ആ സങ്കടം എല്ലാം കൂടെ അങ്ങോട്ട് ഒഴുകി ഇറങ്ങണം. വർഷ പെട്ടെന്ന് പറഞ്ഞു, ശ്രീകാന്തെ വേണ്ട, സങ്കടപ്പെടണ്ട, ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയണം. അതെ ചേച്ചി വന്നുകൊണ്ട്, രേവതി ചേച്ചി വന്നുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടേന്ന് പറയാണ്. അപ്പോഴാണ് രേവതി അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് രേവതിയുടെ അടുത്ത് നിന്നിട്ട്, താങ്ക്സ് ചേച്ചി എന്ന് പറയണം. അതെ താങ്ക്സ് ഒന്നും എന്നോട് പറയണ്ട, അല്ല എടുത്തി കാരണമല്ലേ ഇപ്പൊ ഇവൾക്ക് ഒരു കുഴപ്പമുണ്ടാതെ, അല്ലെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിച്ചനാ? ഇവളുടെ മുഖം അതെനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ലെന്ന് പറയണം. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ? അത് കേട്ടതും രേവതി അങ്ങനെയൊന്നും സംഭവിച്ചില്ലോ, അതോർത്ത് ഇനി ഇപ്പം നീ പേടിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യുക, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരികെ വരാൻ നോക്ക്. പിന്നെ വർഷം നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വർഷനെ ഒന്ന് ആശ്വസിപ്പിക്കുക. ഇനിയിപ്പം നീ ജോലിക്ക് പോകണ്ടെന്ന് പറയാ. കാരണം നിങ്ങൾ രണ്ടും തന്നെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെയോടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവൻ ഇങ്ങനെ ചെയ്തത്. ഇനിയിപ്പം എതിർക്കാനായിട്ട് അല്ലെങ്കിൽ ചോദിക്കാനും പറയാനായിട്ടോ ആരെങ്കിലും ചെല്ലുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് ഒന്നും കൂടെ ഒന്നും മടിക്കുമെന്ന് പറയാണ്. അതെ കുഴപ്പമില്ല ചേച്ചി പൊക്കോ, ഇനി ഇവിടെ ഞാൻ മാനേജ് ചെയ്താളെന്ന് പറയണം. അങ്ങനെ രേവതി പോരുവാണ്. പിന്നീട് ശ്രീകാന്ത് ആശ്വസിപ്പിക്കുക വർഷേനെ, സാരമില്ല, ഒന്നും സംഭവിച്ചില്ലല്ലോ, എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം. ഞാൻ അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, രണ്ടെണ്ണം അവനിട്ട് ഇന്ന് പൊട്ടിക്കുന്നുണ്ടെന്ന് പറയാം. വേണ്ട, ഇപ്പൊ ഒന്നിന് ശ്രീകാന്ത് പോകണ്ട, എനിക്ക് പേടി, ഇനി ശ്രീകാന്തിനെ അവന്റെ അടുത്തേക്ക് വിടാനെന്ന് പറയണം. അവനൊരു സൈക്കോ മൈൻഡാ, അതുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്തേന്ന് പറയാം. ആ സമയം
മഹിമയാണെങ്കിൽ ആകെപ്പാടെ സങ്കടപ്പെട്ട് ഫോണിനകത്ത് വർഷയുടെ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. എത്രയാന്ന് പറഞ്ഞാൽ മോളല്ലേ, എത്ര മുഖത്ത് കരിവാരി തെച്ചിട്ട് പോയെന്ന് പറഞ്ഞാലും പെറ്റമ്മയുടെ ദുഃഖം അതിന്ന് ഒരു ദുഃഖം തന്നെ ആയിരിക്കും. പിന്നീട് വർഷയുടെ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മസൂരൻ വന്നിട്ട് ചോദിച്ചു, നീ ഇത് എന്ത് ഇരിപ്പായിരിക്കണേ, ഇതേ എനിക്കെന്താ കഴിക്കാനൊന്നും എടുത്തു തരുന്നില്ലെന്ന് ചോദിക്കും. പെട്ടെന്ന് മഹിമ ചാടി എഴുന്നേക്കണം, ഇപ്പൊ എടുത്തു തരാന്ന് പറയണേ. അല്ല നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ വർഷയുടെ ഫോട്ടോസാ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവളെ കുറിച്ചുള്ള ഓർമ്മകളും പോലും നിന്റെ മനസ്സിൽ വേണ്ടെന്ന്. നീ എപ്പോ നോക്കിയാലും ഈ ചിന്തയിരിപ്പ് മാത്രമാണല്ലോ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ മഹിമെന്ന് ചോദിക്കും. എത്രയാന്ന് പറഞ്ഞാലും അവൾ എന്റെ മോളല്ലേ, നമുക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ അവളെ കാണാൻ എനിക്കും ആഗ്രഹമില്ലെന്ന് നിൽക്കും. എന്നിട്ട് അവൾക്ക് ആ ആഗ്രഹമൊന്നുമില്ലോ, അവൾ നമ്മുടെ മുഖത്ത് കരിവാരി തേച്ചിട്ട് ഇറങ്ങി പോയതല്ലേന്ന് നിൽക്കും. എന്ന് പറഞ്ഞാലും എനിക്ക് അവളെ മറക്കാൻ പറ്റുമോ? എനിക്ക് അവളെ അത്രയ്ക്ക് ജീവനായിരുന്നു പറയാം. അതൊക്കെ അറിയാം, നിനക്ക് മാത്രമല്ല എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവൾ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് അറിയാലോ. എന്നാലും എനിക്ക് പറ്റുന്നില്ല ഏട്ടാ, എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം. അതെ, അവസാനം ഇങ്ങനെ പറ്റുവോളെന്ന് എനിക്കറിയാം. അതെ, മര്യാദയ്ക്ക് വലിയ വർത്താനം എന്ന് പറയാൻ നീ പോയി ഫുഡ് എടുത്തു വെക്കാൻ നോക്ക്. അവളും അവളുടെ ഒരു മോളും വന്നിരിക്കുന്നു, നാണം കെട്ടത് പോരാ, ഇനിയും നാണം കെടാനായിരിക്കും അല്ലേ. അന്നെനിക്ക് ഇത്ര സ്നേഹമുള്ള മോളാണെങ്കിൽ നിന്നെ ഒന്ന് വിളിക്കുമെങ്കിലും ചെയ്തോന്ന് ചോദിക്കും. അത് പിന്നെ അവള് ചിലപ്പം വേണ്ട കൂടുതലൊന്നും പറയണ്ട, എന്തായാലും എന്നെ വിളിച്ചാലും കുഴപ്പമില്ല, പെറ്റമ്മേനെങ്കിലും ഒന്ന് വിളിക്കാമായിരുന്നല്ലോ എന്ന് പറയാണ്. അത് ചിലപ്പോൾ അവളുടെ സാഹചര്യം അങ്ങനെയായിരിക്കും. എന്ത് സാഹചര്യം? പിന്നെ നീ അവൾക്ക് സപ്പോർട്ട് ചെയ്യണ്ടെന്ന് പറയാണ്. അങ്ങനെ ഫുഡ് എടുക്കാനായിട്ട് അങ്ങോട്ട് തിരിയണ സമയത്ത് അതെ ഒരു വിളി കേൾക്കുവാണ്, ഇവിടെ ആരും ഇല്ലേന്ന്. അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനും കഥ കുറച്ച് തുറന്നു കിടക്കുമായിരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനുമാണ് രേവതി അങ്ങോട്ട് വരുന്നുണ്ട്. രേവതിനെ കണ്ടത് നീയോ? നീ ആ ശ്രീകാന്തിന്റെ ഏട്ടത്തി അല്ലേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോൾ അതെ, നീ അല്ലേ അവിടെ കല്യാണം നടത്തി കൊടുത്തേന്ന് ചോദിക്കും, വർഷയുടെ ശ്രീകാന്തിന്റെ. അല്ല അത് പിന്നെ ഞാൻ അല്ല, നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് മസൂദനൻ ചോദിക്കുക. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയും. നിന്റെ ഒരു കാര്യം ഇവിടെ ആർക്കും കേൾക്കണ്ട, കടന്നു പോയിക്കോ വീട്ടിൽ നിന്ന് പറയണം. നിനക്ക് എന്ത് ധൈര്യം വന്നു ഇങ്ങോട്ട് കയറി വരാനായിട്ടെന്ന് ചോദിക്കാം. എനിക്ക് ചില കാര്യങ്ങൾ പറയാണ്ട്, അത് ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറയണം. ഇത് കേട്ടതും മഹിമ പറഞ്ഞു, നിന്റെ ഒരു കാര്യം ഞങ്ങൾക്ക് ഇവിടെ കേൾക്കണ്ടെന്ന് പറയണം. അതെ ആന്റി കേൾക്കണം, ആന്റിയുടെ മോളെക്കുറിച്ചാ പറയാനുള്ളതെന്ന് പറയണം. ഇത് കേട്ടതും മഹിമ ഞെട്ടി, എന്റെ മോളെക്കുറിച്ചോ? അതെ, ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോളില്ലല്ലോ എന്ന് മസൂദൻ പെട്ടെന്ന് ചാടിക്കയറി പറയണം. അങ്കിളിന് അങ്ങനെ പറയാൻ പറ്റും, പക്ഷെ ഒരു പെറ്റമ്മയ്ക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല, ആന്റി പറയട്ടെ എന്ന് പറയണം. പെട്ടെന്ന് മഹിമ പറഞ്ഞു, അതെ വർഷയെക്കുറിച്ച് എന്തോ പറയാനായിട്ടാ, എന്താന്ന് വെച്ചാൽ പറയട്ടെ, നീ പറ, എന്താ കാര്യം എന്താന്ന് പറ. അത് ഇന്ന് അവള് വലിയൊരു ആപത്തിൽ നിന്നാ രക്ഷപ്പെട്ടിരിക്കുന്നത്, അവളുടെ ജീവൻ ഇന്ന് പോണ്ടായിരുന്നു പറയണം. ഇത് കേട്ടത് നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി മഹിമ. അയ്യോ എന്റെ മോൾക്ക് എന്ത് പറ്റി, അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അവൾ എവിടെയാ, ഹോസ്പിറ്റലാണോ, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അല്ല പേടിക്കാനൊന്നും ഇല്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്ന് പറയാണ്. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. രോഷനെ ഉപദ്രവിക്കാൻ വന്നതും താൻ പോയി രക്ഷപ്പെടുത്തിയായ എല്ലാ കാര്യങ്ങളും പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മസൂദനം പറഞ്ഞു, അവനാ രോഷൻ, അവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം. ഈ സമയം മഹിമ പറഞ്ഞു, അത് ശരിയാ, അവൻ ഇത്രയ്ക്ക് വല്ല നീചനാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് പറയാം. അതെ ഞാൻ ഈ കാര്യം പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, ഇപ്പം അവളാണെങ്കിലും ശ്രീകാന്തല്ല അവിടെ തനിച്ച, അപ്പൊ അവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കണ്ടുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം, അത് ഞാൻ പറഞ്ഞോളൂ, അല്ലെങ്കിൽ അവരുടെ കാര്യം അന്വേഷിക്കുമെങ്കിലും ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ടത് മസൂദൻ പറഞ്ഞു, എന്തിനാ അവളുടെ കാര്യം അന്വേഷിക്കണേ, ഞങ്ങളെയൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടറിഞ്ഞിട്ട് പോയതല്ലേന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ പറയും അങ്കളെ, പക്ഷേ എങ്കിൽ നിങ്ങളുടെ മോളെ എത്രയാന്ന് പറഞ്ഞാലും അവൾക്കൊരു ആപത്ത് വരാൻ ആപത്താന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇതേ ആന്റി കിടന്ന് നിലവിളിച്ചത് കേട്ടില്ലേ, അതാ പറഞ്ഞ സ്നേഹമുള്ളതുകൊണ്ടാ. അത് എത്രയൊക്കെയാന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അവളെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. കുറെ കാലം കഴിയുമ്പോൾ നിങ്ങളെ നോക്കണ്ട, ഒറ്റ മോള, ആണായിട്ടും പെണ്ണായിട്ടും നിങ്ങൾക്ക് ഒരാളല്ലേ ഉള്ളൂ. ഈ കാര്യം ഇവിടെ ഒന്ന് പറയണമെന്ന് തോന്നി, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം, ഞാൻ പറയാനുള്ള പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പെട്ടെന്ന് മഹിമ പറഞ്ഞു, എനിക്കിപ്പോൾ എൻ്റെ മോളെ കാണണമെന്ന് പറഞ്ഞ് നീ ഒന്ന് അടങ്ങി നിൽക്കാൻ പറയണം. എങ്ങനെ അടങ്ങി നിൽക്കുമെന്നാ പറയണേ, കേട്ടില്ലേ? അവനാ രോഷന്, അവൻ ഇത്ര വൃത്തികെട്ടവനാന്ന് കരുതിയിരുന്നില്ല. അന്നെങ്കിൽ ഇതിനേക്കാളും 100 പേരും തന്നെയാ ആ ശ്രീകാന്ത് തോന്നുന്നത്. കാരണം കല്യാണം മുടങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ചെയ്ത പ്രവൃത്തി കണ്ടില്ല ഏട്ടാ, ഇതങ്ങനെ വെറുതെ വിട്ട് കാര്യമില്ല. അവനോട് പോയി ചോദിച്ചിട്ട് എന്റെ കാര്യം, അവനിട്ട് 2 എണ്ണം കൊടുക്കണം. എന്റെ മോളെ ഇല്ലാതാക്കാനാ ശ്രമിച്ചേ. മസൂദൻ രേവതിയോട് അങ്ങനെയൊക്കെ പറഞ്ഞാലും മസൂദന്റെ ഉള്ളിൽ വർഷയോടൊരു സ്നേഹമുണ്ട്. കാരണം ഒറ്റ മോളാണ്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലോ. പിന്നീട് സച്ചിയും മഹേഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സച്ചി മഹേഷിനോട് പറഞ്ഞു, എന്ത് ചെയ്യാനാ, അച്ഛനാണെങ്കിൽ ആധാരം പണയം വെച്ച് വണ്ടി എടുത്തു തന്നു, ആണ്ടേ ഇപ്പോഴാണ് വണ്ടിക്ക് ഒരു ഓട്ടോ ഇല്ല, വല്ല അവങ്ങ് ഓട്ടം കിട്ടുവാനും നല്ല കാര്യമായിരുന്നു എന്നൊക്കെ പറയാണ്. ഇനിയിപ്പം ആ ലോണൊക്കെ അടയ്ക്കണം, വീട് പോയിട്ടുണ്ടെങ്കിൽ അത് മതി, ഇനിയിപ്പോൾ ആ പേര് പറഞ്ഞായിരിക്കും അമ്മ ഓരോന്ന് കുത്തി പറയാൻ തുടങ്ങിയത്. അല്ലെ തന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആധാരം പണയം വെച്ചിട്ട്. അപ്പൊ ആ ആധാരത്തിന്റെ പൈസ അടച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ മിക്കവാറും വീടും കൂടെ നഷ്ടപ്പെടും, അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയാം. അതൊക്കെ വരൂടാ, ഓട്ടോ ഒക്കെ കിട്ടും, എന്താണ് നീ ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത്.
രേവതി അങ്ങോട്ട് വരുന്നേ. ഇവളെന്താ ഇങ്ങോട്ട് വരുന്ന, അതും ഈ സമയത്ത്? പെട്ടെന്ന് സച്ചിൻ ചോദിച്ചു, എന്താ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. അതെ, എനിക്ക് സച്ചിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അത് ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോ സംസാരിച്ചാൽ പോരെന്ന് ചോദിക്കും. അത് പറ്റില്ല. പിന്നെന്താ ഇപ്പൊ സംസാരിക്കണമെന്ന് പറയും. അല്ല, സച്ചേണല്ലേ പറഞ്ഞേ സച്ചേണോട് കിടന്ന് ഒരു കാര്യങ്ങളും മറച്ചു വെക്കലെന്ന്, അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് വന്നാന്ന് പറയും. എന്നാ പറ, എന്താ? പറയുമ്പോ എന്നെ ചീത്ത പറയോ? ചീത്ത കേൾക്കേണ്ട കാര്യമാണ് മിക്കവാറും പറഞ്ഞിരിക്കുമെന്ന് പറയണം. അത് പിന്നെ ഞാന് കാര്യം പറ, എന്താ? അല്ല, ഞാനിവിടെ നിൽക്കുന്നോണ്ടായിരിക്കും ഞാൻ അങ്ങോട്ട് പോയേക്കെന്ന് മഹേഷ് പറയണം. അത് കുഴപ്പമൊന്നുമില്ല, മഹേഷ് ഇവിടെ നിന്നോ, മഹേഷ് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും അല്ലാന്ന് പറയണം. പിന്നീട് രേവതി പറഞ്ഞു, എനിക്ക് പറയാനുള്ള വർഷേനെ കുറിച്ചാന്ന് പറയും. വർഷേനെ കുറിച്ച്? ഏത് വർഷ? നിന്റെ കൂട്ടുകാരിയാണെന്ന് നിൽക്കും. അതല്ല, ശ്രീകാന്തിന്റെ ഭാര്യയില്ലേ? അവളെ കുറിച്ചോ? അവളെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ഇന്ന് വർഷേനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കാണാൻ പോയി? എന്തിനാ? രേവതി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുമായിട്ട് ഒരു കമ്പനിയും വേണ്ടെന്ന്. അറിയാലോ, അച്ഛനും ഇമാതിരി പ്രശ്നങ്ങൾ ഉണ്ടാവാനും എല്ലാം കാരണക്കാരി അവനും അവളും കൂടെയാണ്. ഇനി അവരെ കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടല്ലെന്ന് പറയണം. ഈ കാര്യം പറയാനാണ് നീ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് പോയിക്കോളാൻ പറയാ. അല്ല സച്ചേട്ടാ ഞാൻ പറയുന്ന കാര്യം കേൾക്കണമെന്ന് പറയാ. മഹേഷ് പറഞ്ഞു, നീ എന്തിനാ സച്ചി തോക്കി കയറി വെടിവെക്കുന്നേ? കാര്യം എന്താന്ന് വെച്ചാൽ രേവതി പറയട്ടെ എന്ന് പറയണം. എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞു തൊലയ്ക്ക് എന്ന് പറയാണ്. പിന്നീട് വർഷനെ കാണാൻ പോയതും അവിടെ വെച്ചുണ്ടായ സംഭവങ്ങളും രോഷനെ ആക്രമിക്കാൻ വന്ന കാര്യങ്ങളെല്ലാം പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചു ചോദിച്ചു, നിനക്കെന്താ രേവതി ഭ്രാന്തുണ്ടോന്ന് ചോദിക്കുക. എന്ത്? നീ എന്തിനാ അവളെ രക്ഷിക്കാൻ പോയെന്ന് ചോദിക്കുക. പിന്നല്ലാതെ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ, അവൻ തിരിച്ച് നിന്റെ ദേഹത്തേക്ക് ഒഴിച്ചാൽ നീ എന്ത് ചെയ്താലെന്ന് ചോദിക്കുക. ആ സമയത്ത് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചു പോലുമില്ല. കുറെ ആൾക്കാർ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു പോലും ഇല്ലെന്ന് പറയണം. ഓഹോ, എന്നിട്ടാണ് നീ വലിയ യോദ്ധാവ് കളിച്ചങ്ങ് ചെന്ന് കയറിയതല്ലേന്ന് ചോദിക്കുക. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ, എനിക്കെല്ലാം നഷ്ടപ്പെടുവേണ്ടായിരുന്നല്ലോ. സച്ചേട്ടാ, മനുഷ്യർ ആപത്ത് വന്നു കഴിയുമ്പം ഇപ്പൊ സച്ചേട്ടനാണെങ്കിൽ എന്റെ സ്ഥാനത്ത് എന്താ ചെയ്യുന്നേ? അവരെ രക്ഷിക്കാനല്ലേ ശ്രമിക്കുള്ളൂ, അല്ലാതെ മാറി നിൽക്കുവോ? എനിക്ക് വേറൊന്നും തോന്നിയില്ല. ആ സമയത്ത് എനിക്ക് രേവതിനെ അല്ല വർഷേനെ രക്ഷിക്കാനും തോന്നിയത്. പോരാത്തതിന് നമ്മുടെ ശ്രീകാന്തിന്റെ ഭാര്യയല്ലേ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകാന്തിന് സഹിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. പിന്നെ ഭയങ്കര സെന്റിമെന്റ്സ്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയണം. സച്ചേട്ടൻ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങളെന്ന് പറയണം. സച്ചു പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാല് ഇനി ഇമാതിരി കാര്യങ്ങളും പറഞ്ഞു വന്നേക്കല്ല, നീ അധികം ആരും രക്ഷിക്കാനൊന്നും പോകണ്ടെന്ന് പറയണം. എന്താ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു, ഇത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സച്ചേട്ടൻ നാളെ അറിഞ്ഞു കഴിയുമ്പോൾ എന്നോട് ചീത്ത പറയുന്ന ഓർത്തിട്ടാ ഞാനിത് പറഞ്ഞതെന്ന് പറയണം. അപ്പോഴേക്കും കുറച്ച് ചാനലുകാരും സോഷ്യൽ മീഡിയക്കാരും അങ്ങോട്ട് വരുവാണ്. പെട്ടെന്ന് അവരോർത്ത് ഇതെന്താ ഇങ്ങനെയൊക്കെ വന്നിട്ട് രേവതി അല്ലേ നിൽക്കുക. അതെ. അല്ല, എന്താ എങ്ങനെ മനസ്സിലായി, എന്താ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് സച്ചോട് ചിലപ്പോൾ ആള് മാറിപ്പോയി വന്നായിരിക്കും എന്ന് പറയണേ. ആള് മാറിപ്പോയിട്ടൊന്നും അല്ല, ഞങ്ങൾ രേവതിയുടെ ഇന്റർവ്യൂ എടുക്കാൻ വന്നാന്ന് പറയാം. ഇന്റർവ്യൂ? എന്റെയോ? അതെന്തിനാ എന്റെ ഇന്റർവ്യൂ എടുക്കണമെന്ന് ചോദിക്കും. സച്ചു പറഞ്ഞു, അതിന് ഇന്റർവ്യൂ ചെയ്യാൻ മാത്രം ഇവള് വലിയ വീരസാഹസതകളൊന്നും ചെയ്തിട്ടില്ലോ, പിന്നെ എന്തിനാ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഈ വീഡിയോസ് സാറ് കണ്ടില്ലേ? എനിക്ക് വീഡിയോസോ? ഇവിടെ സച്ചിനെ ആ വീഡിയോസ് കാണിച്ചു കൊടുക്കുകയാണ്, രേവതി ഇങ്ങനെ എറിയുന്നേ. അതല്ലേ? അപ്പൊ ഈ സത്യമായിട്ടുള്ള കാര്യമാണോ? ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്തോ? മഹേഷ് പെട്ടെന്ന് സച്ചിയോട് പറഞ്ഞു, നീ സൂക്ഷിച്ചോ, രേവതി ഉന്നം വെക്കുന്നുണ്ടോ, നല്ല ഉന്നവാ. അവള് നിന്റെ മിക്കവാറും നിന്റെ തലമണ്ടയും കൂടെ അടിച്ചു പൊട്ടിയും കണ്ടോ. അവളുടെ അടുത്ത് സംസാരിക്കാൻ നിൽക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണമെന്ന് പറയണം. അവൾ ആള് കെങ്കേമി എന്ന് പറയണം. അത്ഭുതത്തോടു കൂടി സച്ചി ഇങ്ങനെ അവളെ രേവതിനെ നോക്കുവാണ്, ഇവള് തന്നെയാണോ ചെയ്തേന്നുള്ള രീതിക്ക്. പിന്നീട് പറഞ്ഞു, സാറിന്റെ ഭാര്യ എന്താണ്, സാറിന്റെ ഭാര്യയെ ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. ഇത്ര ധൈര്യശാലിയുള്ള പെൺകുട്ടികളെ അടുത്തടുത്ത് ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് പറയണം. എല്ലാരും നോക്കി നിൽക്കുമായിരുന്നു. പെട്ടെന്ന് രേവതിയോട് ചോദിച്ചു, അല്ല ആ രക്ഷിക്കാൻ തോന്നി ആ സമയത്ത് ആ വികാരം എന്താണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഒരാളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ആശ്രയിക്ക് ഒഴിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. എന്റെ മനസ്സിൽ വേറൊന്നും ഇല്ലായിരുന്നു, എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, പക്ഷേ എങ്കിൽ അവൾക്കൊന്നും സംഭവിക്കില്ല, വർഷയ്ക്കൊന്നും സംഭവിക്കില്ലെന്ന് മാത്രം ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാണ്. എന്നാലും ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? വല്ലേ ഉന്നം വെച്ച് ഇത്ര കൃത്യമായിട്ട് എറിഞ്ഞു വീഴിക്കാളെ? അങ്ങനൊന്നുമില്ല. പിന്നെ ചെറുതിലെ നമ്മൾ ഈ ഓടിച്ചാടി കളിച്ച് നടക്കണതല്ലേ, അപ്പൊ അതിൻ്റെതായ ഇതുണ്ട്, അത്ര മാത്രം എന്ന് പറയണം. ഇത് കേട്ടതും സച്ചി ഇങ്ങനെ അമ്പലപ്പോടെയാണ് നോക്കുന്നത്. പിന്നീട് ഈ സച്ചിനെ നോക്കിയിട്ട് ഇതാരാന്ന് ചോദിക്കും. ഇതെന്റെ ഭർത്താവ് എന്ന്. ആണോ? അയ്യോ സാറിന്റെ കൂടെ 2 വാക്ക് വേണമെന്ന് പറയണം. അല്ല, എന്താ അറിയണ്ടേ? അല്ല, സാറിന്റെ ഭാര്യ ഇത്രയും നല്ലൊരു കാര്യമല്ലേ ചെയ്തിരിക്കുന്നു ചോദിക്കാം. സച്ചു അതെനിക്ക് വലിയ കാര്യമൊന്നും അല്ലെന്ന് പറയണം. പെട്ടെന്ന് മഹേഷ് തോണ്ടുവാണ് സച്ചിനെ. അയ്യോ, എന്താ ചോദിച്ചതെന്ന് ചോദിക്കണം. അല്ല, ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാറിന് സന്തോഷമില്ലേന്ന് നിൽക്കും. പിന്നെ സന്തോഷമില്ലേന്നോ? അവിടെ ഒരു നല്ല കാര്യം തന്നെ ചെയ്തിരിക്കുന്നത്, ഒരു ജീവനല്ലേ രക്ഷിച്ചെന്ന് ചോദിക്കുകയാണ്. പിന്നെ അവളെക്കുറിച്ച് എനിക്ക് നല്ല മതിപ്പ് തന്നെയുള്ളത്. പണ്ട് മുതൽ അവൾ ഇങ്ങനെയായിരുന്നു, ഭയങ്കര ധൈര്യശാലിയായിരുന്നു എല്ലാ കാര്യത്തിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ അങ്ങോട്ട് പുകഴ്ത്തി വിടുന്നുണ്ട്. രേവതി ഇങ്ങനെ ഭയങ്കര അന്തസ്സോടുകൂടി ഇങ്ങനെ സച്ചിയുടെ മുന്നിൽ നിൽക്കുകയാണ്. കണ്ടോ എന്നുള്ള രീതിക്കൊക്കെ നിൽക്കുകയാണ്.
പിന്നീട് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് അവരും കൂടെ പോയി കഴിയുമ്പോഴത്തേനും സച്ചു പറഞ്ഞു, അപ്പൊ ഇത്ര സമയം നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നില്ലേ? എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ബോധ്യപ്പെട്ടു. എന്നാൽ ഞാൻ നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയണം. രേവതി പറഞ്ഞു, പിന്നെ എന്താ നിങ്ങൾ എന്നെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കണെന്ന് ചോദിക്കണം. ഒന്നുമില്ലാന്ന് പറയണം. പിന്നീട് ബാമയുടെ അടുത്തേക്ക് അല്ല ചന്ദ്രമതിയുടെ അടുത്തേക്ക് ബാമ വരുവാണ്. അപ്പൊ ചന്ദ്രമതി ഇങ്ങനെ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാമ വരുന്നത്, അല്ല നീ അറിഞ്ഞില്ലേ നിൽക്കും എന്ത്? ഓ നിന്റെ മരുമോള് വലിയ ആളായി, അവളുടെ ഇന്റർവ്യൂസ് ഒക്കെ മൊബൈലിനകത്ത് വന്നിട്ടുണ്ട്. അന്നേരം ഞാനൊന്നും കണ്ടില്ലോ. ഓ അവളെന്താ മസാജ് ചെയ്ത് ഇനിയിപ്പോ ആരെയും ഏൽപ്പിച്ച് നടത്തിയോന്ന് നിൽക്കും. നീ ആരുടെ കാര്യം പറഞ്ഞേ? അല്ല ശ്രുതിയുടെ കാര്യല്ലേ? ഒന്ന് കോപ്പ് പോവാ അവിടുന്ന്. ശ്രുതി എന്താ മസാജ് ചെയ്ത ആൾക്കാരെ ഏൽപ്പിച്ച് നടത്താനായിട്ട് അവൾക്ക് എന്താ മല്ല മാന്ത്രവിധി അറിയാന്ന് ചോദിക്കും. പിന്നെ നീ ആരെക്കുറിച്ചാ പറയണേ? ഞാൻ രേവതിനെ കുറിച്ചാന്ന് പറയും. രേവതിനെ കുറിച്ചോ? അവൾ എന്ത് ചെയ്യുന്ന? അയ്യോ അവള് ചെയ്തത് നീ ഒന്നും അറിഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്യ, ഇത് ആ ഫോണിനകത്തൊക്കെ കാണാനും പറഞ്ഞ് ഫോണിനകത്ത് ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിളി പോയ അവസ്ഥയില് ചന്ദ്രമതി നിൽക്കുവാണ്. ചന്ദ്രമതിക്ക് ഒന്നും കൂടെ മനസ്സിലായില്ല. ഒരു നിമിഷം ചന്ദ്രമതി ഞെട്ടിപ്പോയി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മള് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണം. ഇനിയിപ്പം അവരെ കൂട്ടിക്കൊണ്ട് വർഷേനെയും ശ്രീകാന്തിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അത് കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം നാളത്തെ പ്രൊമോ വിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളാ. ഇപ്പൊ ഞാൻ പറഞ്ഞ വിശേഷം ഇതിന് ശേഷം പറയുന്ന വിശേഷങ്ങളാണ്. ഇതിപ്പോ എന്നൊന്നും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ കാണുമായിരിക്കും. അപ്പൊ അവർക്ക് അറിയത്തില്ല, അവർക്ക് സംശയമായിരിക്കും ഇതിപ്പോ എപ്പോഴത്തെ കഥയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലോന്ന്. അപ്പൊ ഇതിന് മുമ്പത്തെ വിശേഷങ്ങൾ എന്റെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെടുത്ത് നോക്കി അറിയാം ഇതിന് മുമ്പത്തെ ഓരോ ദിവസത്തെ കഥകളൊക്കെ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു.